पूरे देश को पता लग जाएगा कि इलेक्शन कमीशन वोटर चोरी करा रहा है। किसके लिए करा रहा है? किसके लिए करा रहा है? बीजेपी के लिए करा रहा है। ബിജെപിക്ക് വേണ്ടി രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ടർ തിരിമറി നടത്തി എന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ കാണുന്ന വേളയിലാണ് 100% തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഏത് വാക്കും പ്രയോഗവും വാർത്തയാക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത മൂടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ ടീമാകട്ടെ രാഹുൽ ഗാന്ധിയുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ഈ വീഡിയോ, ഈ ആരോപണം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഒരു വോട്ടർ പട്ടികയിൽ ഒരു വെട്ടിനിരത്തൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധി വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല, പകരം 100% തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്ന് ആണയിട്ട് പറയുകയാണ്. അതോടൊപ്പം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പൊക്കെ തന്നെ, അതായത് 2023 മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ സംശയം തങ്ങൾക്ക് ബലപ്പെട്ടിരുന്നുവെന്നും തുടർന്ന് ലോക്സഭയിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ BJPയുടെയും സഖ്യകക്ഷികളിലെയും പ്രവർത്തകരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു വിജയം BJP ക്യാമ്പ് സ്വന്തമാക്കിയപ്പോൾ തങ്ങൾ ഇത് ഉറപ്പിച്ചുവെന്നും തുടർന്ന് തങ്ങളുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമായി നടത്തിയ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിക്കുന്ന തെളിവുകളടക്കം തങ്ങൾക്ക് ലഭിച്ചതെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. നമുക്ക് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് അത് പറയുന്നതിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. वोट चोरी हो रही है और अब हमारे पास ओपन एंड शट प्रूफ है कि इलेक्शन कमीशन वोट चोरी में इन्वॉल्व है। और मैं लाइटली नहीं बोल रहा हूं, मैं 100% प्रूफ के साथ बोल रहा हूं, ठीक है। और आप सबको पता लग जाएगा, जैसे ही हमने ये रिलीज किया पूरे देश को पता लग जाएगा कि इलेक्शन कमीशन वोटर चोरी करा रहा है। किसके लिए करा रहा है? किसके लिए करा रहा है? बीजेपी के लिए करा रहा है। ओपन एंड शट है, नो क्वेश्चन। हमें मध्य प्रदेश में सस्पिशन था, लोकसभा में सस्पिशन था, महाराष्ट्र में वो थोड़ा आगे गया, स्टेट लेवल पे हमें लगा कि यहां पे चोरी हुई है। वोटर एडिशन हुआ था, 1 करोड़ वोटर्स ऐड हुए थे। फिर हम थोड़ा डिटेल में गए, हमने कहा देखो अब इलेक्शन कमीशन तो मदद नहीं कर रहा है, तो थोड़ी ग्रैन्युलैरिटी में जाना है, गहराई में जाना है। तो हमने अपना ही इन्वेस्टिगेशन करवाया, उसमें 6 महीने लगे और जो हमें मिला है वो एटम बॉम्ब है। मतलब एटम बॉम्ब है, फटेगा तो आप ഇലക്ഷൻ കമ്മീഷൻ आपको दिखेगा नहीं हिंदुस्तान में। രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. എന്നാൽ ഈ നിമിഷം വരെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാധ്യമങ്ങൾ ആ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് അർഹമായൊരു പ്രാധാന്യം അവരുടെ വാർത്താ തലക്കെട്ടുകളിൽ നൽകിയിട്ടില്ല. അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ ഒരു ആരോപണം ഇലക്ഷൻ കമ്മീഷന് നേരെയോ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേരെയോ ഉയരുന്നത് ഇതാദ്യമായല്ല. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകർ അവിടെ മാജിക് നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വോട്ടർ കണക്ക് പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം അത് പുറത്തുവിട്ടുകൊണ്ട് പങ്കുവച്ച ട്വീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ അദ്ദേഹം മഹാരാഷ്ട്രയിൽ മാജിക് നടന്നു എന്നാണ് പറയുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസത്തെ പോളിംഗ് നടന്ന ദിവസത്തെ വൈകിട്ടത്തെ 5 മണിക്കും കൗണ്ടിങ്ങിനിടയിലും വർദ്ധിച്ചിരിക്കുന്നത് 7.83% വോട്ടിംഗ് പെർസെൻറ്റേജാണ്. എന്നാൽ ജാർഖണ്ഡിൽ അതേ ദിവസം തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിലെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ ഇതേ സമയപരിധിക്കുള്ളിൽ വർദ്ധിച്ചിരിക്കുന്നത് വെറും 0.86% വോട്ട് മാത്രമാണ്. അതായത് ജാർഖണ്ഡിൽ 5 മണിക്ക് ശേഷം വോട്ട് ചെയ്തതിൻ്റെ 5 ഇരട്ടിയിലേറെ മനുഷ്യർ
മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തിരിക്കുന്നെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതെന്നാണ് പരകാല പ്രഭാകരന്റെ ആരോപണം. അതുകൊണ്ട് പരകാല പ്രഭാകരൻ ഇതിനെ മഹാരാഷ്ട്ര മാജിക് എന്നാണ് ആരോപിച്ചത്. ധനമന്ത്രിയുടെ ഭർത്താവ് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള ഒരു സമൂഹ മാധ്യമ കുറിപ്പ് പങ്കുവച്ച ശേഷവും അദ്ദേഹം ഇപ്പോഴും സ്വതന്ത്രനാണ് എന്നത് തന്നെയാണ് ഈ സംഭവങ്ങളുടെ, ഈ വിശ്വാസ്യത കുറവിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ചില കുഴപ്പങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പൂനം അഗർവാൾ എന്ന മാധ്യമപ്രവർത്തക ഒരു റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു. അതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വൈറൽ പങ്കുവച്ച ഈ റിപ്പോർട്ടിൽ 140-ൽ പരം മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടായെന്നും മറ്റ് ചില മണ്ഡലങ്ങളിൽ 16,000-ലേറെ, ഉദാഹരണമായി പറയാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ തിരുവള്ളൂർ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 16,791 വോട്ട് കുറവാണ് എണ്ണിയത്. അങ്ങനെ വലിയ വോട്ടർ കണക്കുകളിലെ മിസ്മാച്ച് ആ പൂനം അഗർവാളിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം 370-ൽ പരം മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ വോട്ടർ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതേ പൂനം അഗർവാൾ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു. ആ റിപ്പോർട്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണവുമായി ചേർത്ത് വായിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ BJPക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവർ നിലവിൽ ഭരണപക്ഷത്താണ്. വലിയ ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ ആഞ്ഞടിക്കുന്നുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ ഈ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിന് അതീവ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്.